പുതിയ നിയമത്തിൽ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയാണ്, യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നതെന്ന്. അപ്പോൾ ശിഷ്യന്മാർ പറയാണ്, ചിലർ പറയുന്നു നീ ഏലിയാണെന്ന്, ചിലർ പറയുന്നു നീ സ്നാപക യോഹന്നാനാണെന്ന് ഒക്കെയാണ് പറയണതെന്ന് പറയും. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും ശിഷ്യന്മാരോട് ചോദിക്കും, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന്. അപ്പോൾ പീറ്റർ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പം യേശുക്രിസ്തു പത്രോസിനോട് പറയാണ്, ജഡരക്തങ്ങളോ എല്ലാം നിനക്ക് ഞാൻ ഇത് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നതെന്ന് പറയും. അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, കത്തോലിക്ക സഭയുടെ പുസ്തകം അനുസരിച്ച് പത്രോസെ നീ ഒരു പാറയാകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റു പല ഡിനോമിനേഷൻസിലും പറയുന്നു, ഈ പാറ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നാണ് ആ വചനം പോകുന്നത്. അപ്രകാരം അപ്പോൾ ഈ പത്രോസ് എന്ന പാറമേൽ പണിയുമെന്ന് കത്തോലിക്ക സഭ പറയുന്നത് റോമിൽ ഇന്ന് നിലനിൽക്കുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ഉള്ളടക്കത്തിൽ, അതായത് അന്ന് കൈവെപ്പ് ശുശ്രൂഷ വഴി നൽകപ്പെട്ട അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർപ്പാപ്പ, ഇന്നിരിക്കുന്ന മാർപ്പാപ്പ വരെ നമ്മൾ കാണുന്ന ലിയോ 14-ാമൻ മാർപ്പാപ്പ വരെ എത്തി നിൽക്കുകയാണ്. ഒരു പക്ഷെ അദ്ദേഹം കഴിഞ്ഞ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കാളും പേരെടുത്തു വരുന്ന ഒരു മാർപ്പാപ്പയാണ് ലിയോ മാർപ്പാപ്പ. പക്ഷേ ഈ കാലയളവിൽ അദ്ദേഹം വളരെ ഒരു ഇതിൽ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം, അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ആത്മീയമായ കാര്യങ്ങൾ വ്യവഹാരം ചെയ്യുന്ന മാർപ്പാപ്പ എന്തിനു വേണ്ടി പലപ്പോഴും ദുരൂഹമായ പലതരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ മാർപ്പാപ്പമാരെ പറ്റിയും കത്തോലിക്ക സഭയെ പറ്റിയും ഒക്കെ വായുവിൽ പറന്നു നടക്കുന്നുണ്ട്. അത് അങ്ങ് തുടക്കം മുതൽ ഈ 2000 വർഷമായിട്ടുള്ള പത്രോസിന്റെ സിംഹാസനത്തിലിരിക്കുന്ന മാർപ്പാപ്പ ഇത്തരത്തിൽ ട്രംപിനെ കടപിടിക്കുന്ന രീതിയിൽ വാദപ്രതിവാദങ്ങൾക്ക് ഇറങ്ങണോ? ഈ ലോകത്തിന്റെ വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ട്രംപ് JD വാൻസ് വിശ്വാസിയായി മാറി കത്തോലിക്ക വിശ്വാസിയായിട്ടാണ് അദ്ദേഹം ഇപ്പൊ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യൻ വംശീയായ ഒരു ഹിന്ദുവാണ്. പക്ഷേ ഈ ഒരു സ്ഥാനത്തിരിക്കുന്ന ലോകത്തിന്റെ 1/3 വിശ്വാസികൾ കത്തോലിക്ക സഭയുടെ അണ്ടറിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത്രയും ഇതിലിരിക്കുന്ന ഒരു വ്യക്തി, ട്രംപ് പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ പ്രസിഡന്റ്, ലോകത്തിന്റെ അമേരിക്കയുടെ പ്രസിഡന്റുമായിട്ട് വാദപ്രതിവാദത്തിന് ഇറങ്ങേണ്ടതുണ്ടോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം. അദ്ദേഹം എന്തിനു വേണ്ടി ട്രംപിനോടൊപ്പം ഇങ്ങനെ കിടപിടിച്ച് വാക്ക് പറയുന്നു? അദ്ദേഹത്തിന് ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെട്ടാൽ പോരെ? ഇറാൻ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇദ്ദേഹമായിരുന്നില്ല ഒരു 10-50 വർഷം മുമ്പ് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയുടെ പിന്തുണയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുമല്ലെങ്കിൽ കത്തോലിക്ക സഭ പ്രതികരിച്ചില്ല. ഇന്ന് അതിന് മാത്രമുള്ള കാര്യങ്ങൾ ലോകത്ത് നടന്നിട്ടില്ല. ഇപ്രകാരം എന്തിനാണ് ഒരു പ്രത്യേക സമുദായത്തിന്റെ പേരിൽ ഇങ്ങനെ വരുമ്പോൾ പല മാർപ്പാപ്പമാരും, അത് ചാർലി ഹെബ്ദോ എന്ന് പറഞ്ഞ ഫ്രാൻസിലെ പാരീസിലൊരു മാസിക ഉണ്ടായിരുന്നു. ഈ മാസിക ഒരിക്കൽ ഇസ്ലാമിക വിശ്വാസത്തിൽപ്പെട്ട പ്രവാചകനെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു പടം വരച്ചു എന്നതിൻ്റെ പേരിൽ തോക്കുമായിട്ട് 2 ആൾക്കാർ വന്ന് അവിടെ ഈ മാധ്യമ ഓഫീസിൽ വന്ന് ഒരു 5-8 ആൾക്കാർ വെടിവെച്ച് കൊല്ലുന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഈ വെടിവെച്ച് കൊന്നവർക്ക് അനുകൂലമായിട്ടാണ്. 2 ഇസ്ലാമിക തീവ്രവാദികൾ വന്ന് ചാർലി ഹെബ്ദോ എന്ന മാസികയുടെ ഓഫീസിൽ വന്ന് വെടിവെച്ച് കൊന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് അത് കുഴപ്പമില്ല, ആ വെടിവെച്ച് കൊന്ന ഒരു പടം വരച്ചതിൻ്റെ പേരിൽ. നമുക്കറിയാം നമ്മുടെ നാട്ടിലും എന്തൊക്കെയോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ജോസഫ് മായുടെ കൈവെട്ടിയതൊക്കെ.
അപ്പൊ ഈ മാർപ്പാപ്പമാർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഈ വിഷയങ്ങളിൽ കുറച്ചും കൂടിയും എന്താണ് അദ്ദേഹത്തിന്റെ ഇതിനെക്കുറിച്ച് നമുക്ക് മിഥുനോട് നമുക്ക് ചോദിച്ചറിയാം. മിഥുൻ, എന്താണ് ഈ മാർപ്പാപ്പയ്ക്ക് ഇതിനെപ്പറ്റി പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? യുദ്ധത്തെ ഇറാൻ അമേരിക്ക ട്രംപുമായിട്ട് കൊളത്തേണ്ട ആവശ്യമുണ്ടോ? തോട്ടിയിടാന്ന് പറയും. തോട്ടിയിടേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് പറ്റായില്ല. അതായത് എന്നാൽ എല്ലാ കാര്യത്തിലും ഇടപെടണം. ഏതൊക്കെ അത് അല്ല, നമ്മുടെ ഏതൊക്കെ കാര്യത്തിൽ ഇടപെടേണ്ട അതിനെ ബാധിക്കുകയാണ് അദ്ദേഹമാണ്. നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും പറയാൻ സാധിക്കും ഒരു കാര്യം ചെയ്യും. അപ്പൊ അതായത് വിക്ടർ ഭായ് ഇപ്പൊ ഈ വിഷയം നമ്മൾ എടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ നാട്ടിലെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളൊന്നും ചെയ്യാതെ ഇത് ചെയ്യാന്ന് പറയുമ്പോൾ അല്ല, ഇത് ഇറാൻ എന്ന രാജ്യം കൊമേനി കഴിഞ്ഞ 50 വർഷമായിട്ട് അമേരിക്കയും ഇസ്രായേലിനും തീർക്കും, കത്തിക്കും, പൊട്ടിക്കും, ഡെത്ത് ടു അമേരിക്ക എന്ന് പറയുന്ന ഒരു പറഞ്ഞല്ലേ ഉള്ളൂ, ചെയ്തിട്ടില്ല. അവന്നത്ര ഇപ്പൊ അവരെല്ലാം ഒക്ടോബർ 7, 2023 ഇസ്രായേലിൽ കയറി 1500 ആൾക്കാരെ കൊന്നതും 250 ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയതും. അപ്പൊ അന്നൊന്നും പ്രതികരിച്ചില്ലല്ലോ, അതിനെപ്പറ്റി പ്രതികരിച്ചില്ലല്ലോ. അപ്പൊ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവും. ഒക്ടോബർ 7 കൂട്ടക്കൊലയെ നിഷിദ്ധമായി വിമർശിച്ചിട്ടുണ്ട് അന്നത്തെ പോപ്പ് പാപ്പ. അടിച്ചോ? വിശ്വസിക്കുന്നു. അതായത് യുദ്ധങ്ങൾ നടക്കുമ്പോൾ, മനുഷ്യന്മാർ ഭരിക്കുമ്പോൾ അതിനെതിരെ അദ്ദേഹം നിൽക്കുന്ന കുപ്പായം ഇട്ടിരിക്കുമ്പോൾ എവിടെയാണ് നിരപരാധികളെ ആളുകൾ കൊല്ലപ്പെടുന്നത്, എന്തോ ആയിക്കോട്ടെ, നിരപരാധി ആളുകൾ മരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അവിടെ എന്താ പറയണ്ടേ, അത് ഇപ്പൊ ട്രംപ് ആയാലും എന്താ പറയുന്നത്, അത് ആര് കൊന്നാൽ പോലും യുദ്ധങ്ങൾക്കെതിരെയാണ് സഭയുടെ നിലപാടെന്ന് പറയുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് സമാധാനമാണ്. സമാധാനം എവിടെ ഭംഗം വരുന്നു അവിടെ ശബ്ദം ഉയർത്തേണ്ട ഒരു ഉത്തരവാദിത്വം മാർപ്പാപ്പയ്ക്കുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും, മാർപ്പാപ്പ നിങ്ങൾ എന്തുകൊണ്ട് മറ്റേ പഹൽഗാമിന്റെ ഒന്നിനെ പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്ന്. പഹൽഗാമിലോ അതല്ലെങ്കിൽ ഗുജറാത്ത് കലാപോ ഇതൊന്നും പ്രതികരിച്ചില്ലല്ലോ. കമ്മികളെ പോലെ ഗുജറാത്ത് ചോദിച്ചല്ലോ, പഹൽഗാം ചോദിച്ചില്ലോ എന്ന് പറയുന്നല്ലേ സംഭവം എന്ന് പറയുന്നത്. എന്തൊക്കെ സംസാരിക്കണം വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. കാരണം ഇത് ലോകത്തെ ബാധിക്കുന്ന ഒരു വലിയൊരു വിഷയമാണ്. അത് ആ വിഷയത്തിൽ മാർപ്പാപ്പയ്ക്ക് ഇടപെടേണ്ട വിഷയം വരുന്നില്ല. അത് ഇന്ത്യ പാകിസ്ഥാൻ ഒരു ആഭ്യന്തര വിഷയം മാത്രമാണ്. ഇതങ്ങനെയല്ല, ഇത് ലോക യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ മാർപ്പാപ്പയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നമ്മുടെ ശ്രീമാൻ മോഡി ഈ വിഷയം വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മാർപ്പാപ്പ ഇടപെട്ടില്ല. അപ്പൊ ട്രംപ് ആണെങ്കിൽ ഇടപെടാം, മോഡി ആണെങ്കിൽ ഇടപെടാൻ പാടില്ല. ട്രംപ് ആണെങ്കിൽ ഇടപെടാൻ പാടില്ല. ഇതൊരു കൈവിട്ട് പോകുന്ന കയ്യാങ്കളിയിലേക്കാണ് പോകുന്നത് മനസ്സിലാക്കിയ പോപ്പിടപെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചെയ്തു. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്ന സമയത്ത് 2ാം ലോക മഹായുദ്ധ കാലത്ത് അന്നത്തെ കത്തോലിക്ക സഭ പിന്തുണച്ചു എന്നാണ്. അവരൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 60 ലക്ഷം ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് കത്തോലിക്കനാണെങ്കിൽ പോലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും, എനിക്ക് സഭയുടെ പല കാര്യങ്ങളും യോജിപ്പില്ല. അന്ന് കാലം ജൂതന്മാരെ കൊന്നപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭ അന്ന് മോശമായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ള അറിവാണ് കിട്ടിയെങ്കിൽ അത് വളരെ മോശമാണ്. പക്ഷെ ഞാൻ ഒരു പറയുന്നു, നമ്മുടെ കേരളത്തിലെ സഭയില് പലരും പച്ച വെളിച്ചം കയറിയിട്ടുണ്ട്. നമ്മുടെ സഭയില്, എന്റെ സഭയില് പല അത് സാറ് വേറെ ആണല്ലോ. അപ്പൊ അതായത് അത് ഉറക്കെ പറയാൻ മടിയില്ല. പച്ച വെളിച്ചം കണ്ടിരിക്കുന്നു, പച്ച വെളിച്ചം കാണുന്നു, പച്ച വെളിച്ചം താങ്കളും കാണുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കര കൂടുതൽ പറയാതിരിക്കില്ല. ആരോടൊക്കെ പോകുമ്പോ കാണുന്നുണ്ടോ, അവർക്കിപ്പം എന്തായിരിക്കും ഇപ്പൊ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തോളൂ, താങ്കൾ ആരോ ഭംഗി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളിന്ന് അതായത് ഈ സ്റ്റേറ്റ് ആൻഡ് ദ റിലിജിയൻ വേറെ എന്നുള്ളത്, അതായത് മതവും രാഷ്ട്രവും വേറെ, അതല്ലെങ്കിൽ ആത്മീയ ആചാര്യന്മാര് രാഷ്ട്രീയമായി നടക്കുന്ന ഈ ലോകത്തിന്റെ വ്യവഹാരങ്ങളിൽ ഇടപെടേണ്ടതുണ്ടോ എന്നാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത വിഷയം. നിങ്ങളുടെ കമന്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ പാവങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ വീഡിയോ പാപികളെ പ്രോത്സാഹിപ്പിക്കുക. പാപിയായി അവൻ എന്നെയല്ല. അപ്പൊ ഈ വീഡിയോ ഇത്രയും പറഞ്ഞ് ഞങ്ങള് നിർത്താൻ